1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ നമ്മൾ നെയ്ച്ചോറ് വെച്ചെടുത്തതാണ്. അത്യാവശ്യത്തിന് വേണ്ട സ്പൈസസും ചോറ് വയ്ക്കുമ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ നെയ്ച്ചോറ് റെഡിയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ഇത്തിരി വെള്ളം എല്ലാം ചേർത്ത് ചെമ്മീൻ ഇങ്ങനെ വറുത്തെടുക്കുക. ഇനി ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ഒരു 3 സവാള, അതിലേക്ക് ആവശ്യമായ ഉപ്പ്, ഒരു 2 തക്കാളി, 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല ബ്രൗൺ കളർ ആവുന്നവരെ ഇളക്കുക. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇവ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും അരമുറി ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. മല്ലിയില കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല ഒരുവിധം സെറ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം അടച്ചു വെച്ച് ഒന്ന് യോജിക്കാനുള്ളൊരു സമയം കൊടുക്കുക. ഇനി നമുക്ക് ചോറ് ദമ്മിടണം. ചോറൊക്കെ ഞാനൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മസാല സെറ്റായി വന്നിട്ട് കണ്ടോ. ഇനി നമ്മൾ 1 ലെയർ ചോറ്, 1 ലെയർ മസാല അങ്ങനെ ഫില്ല് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ചോറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ ബിരിയാണിയുടെ ദമ്മ് സെറ്റാണ്. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് ഗാർണിഷ് പരിപാടിക്ക് മല്ലിയില, ഗരം മസാല, കുരുമുളക് പൊടി ഇതൊക്കെ നമുക്ക് വാരി വിതറാം. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, വറുത്തെടുത്ത സവാള ഇതൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇടാം. നമ്മൾ ഇന്നതൊന്നും ഉപയോഗിക്കുന്നില്ല. സിമ്പിളായിട്ടുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ബിരിയാണി കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുക. ഒരു കട്ടിയുള്ള പാത്രം അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ദം ചെയ്തെടുക്കുകയാണെങ്കിൽ അടി പിടിക്കാതെ കിട്ടും. ഇനിയിപ്പോൾ നമ്മളിത് തുറന്ന് നോക്കുകയാണ്. 5 മിനിറ്റിന് ശേഷം ഇതാ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡിയാണ്. നല്ല സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ജബർക്കൊക്കെ എടുത്ത് കൊടുക്കാം. ചെമ്മീൻ ബിരിയാണി എങ്ങനെയുണ്ട്?